പൊതുമരാമത്ത് വകുപ്പ് റോഡ് നാട്ടുകാർക്കും യാത്രക്കാർക്കും അപകടക്കണിയാകുന്നു. പ്രളയ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പൈനാവ് അശോക കവല ബൈപ്പാസ് റോഡാണ് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതിനാൽ വീടിനും വാഹനങ്ങൾക്കും ഉൾപ്പെടെ അപകട ഭീഷണി ഉയർത്തുന്നത്. വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളം ഭാഗത്താണ് അപകടാവസ്ഥയിലുള്ള റോഡ് നിലകൊള്ളുന്നത്. 2018 പ്രളയത്തിൽ ഇടുക്കി ജില്ലാ ആസ്ഥാനം വൻ തകർച്ചയാണ് നേരിട്ടത്. വീടുകളും നിരവധി ജീവനുകളും റോഡുകളുമെല്ലാം നഷ്ടമായിരുന്നു. ഈ സാഹചര്യത്തിൽ അടിയന്തര നടപടികൾക്ക് ഉതകുന്ന തരത്തിലാണ് പൈനാവിൽ നിന്നും തടിയമ്പാട് അശോക കവലയിലേക്ക് സമാന്തര പാത നിർമ്മിച്ചത്. 21 കിലോമീറ്റർ ദൂരം വരുന്ന റോഡ് ടാറിംഗ് ഉൾപ്പെടെ പൂർത്തീകരിക്കുകയും ചെയ്തു. പൂർണ്ണമായും വാഴത്തോപ്പ് പഞ്ചായത്തിലൂടെ മാത്രം കടന്നുപോകുന്ന റോഡാണിത്. പഞ്ചായത്തിന്റെ ടൂറിസം വികസനത്തിനും ആക്കം കൂട്ടിയ വാഹനത്തിരക്കും പതിവാണ്. എന്നാൽ റോഡ് നിർമ്മാണ ഘട്ടത്തിൽ പലയിടത്തും വശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് പതിവായിരുന്നു. റോഡിന്റെ ഭാഗമായ കൊക്കരക്കുളത്ത് കാരക്കുന്ന് റോബിന്റെ വീടിനോട് ചേർന്ന റോഡിന്റെ വശം പല പ്രാവശ്യം ഇടിഞ്ഞു വീണു. നിർമ്മാണ സമയത്ത് തന്നെ ഇക്കാര്യം കരാറുകാരനെയും പഞ്ചായത്ത് അധികൃതരെയും ബോധ്യപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പരാതി ഉയരുന്നത്. സമയത്ത് ഇടിഞ്ഞാണ് അവരന്നേരം ഈ വഴിപണി നടക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു അത് ഫണ്ട് പുതിയത് വന്നം എന്നാണ് പറയുന്നത്. നിലവിൽ ഈ ഫണ്ടിൻ്റെ കൂടെ ചെയ്യേണ്ട പണി അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ഇടിയുണ്ട്. ഇത് കണ്ടാൽ അറിയാം. ഇപ്പോൾ ഈ കൊല്ലം ഇടിഞ്ഞ അടിയത് ഓരോ വർഷം ഇടിഞ്ഞ അടി. ഈ പോസ്റ്റ് എഫ്1 ഇടി അതിൻ്റെ അടി ഇടിഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് ഇവിടെ ഒരു ബാരിക്കാട് പോലും അവർ കെട്ടിയിട്ടില്ല. ഒരു ഓട്ടോറിക്ഷ വന്നിട്ട് കഴിഞ്ഞ കൊല്ലം ഇതേ മാണ്ടിയാലേക്ക് നേരെ തിരിഞ്ഞാണ് പിള്ളേർ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടാ. അവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു തീരുമാനമില്ല. പുതിയ ഫണ്ടാവട്ടെ ഇതാണെന്നാണ് അവർ പറയുന്നത്. തുടർന്ന് തിട്ടയിടിഞ്ഞ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന പതിവായപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് ഇവിടെ അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ച് കടമ പൂർത്തീകരിച്ചു. എന്നാൽ ഇത് ഏറെ അപകട ഭീഷണി ഉയർത്തുകയാണ്. റോഡ് വക്കിലെ വൈദ്യുതി പോസ്റ്റ് ഉൾപ്പെടെ ഏത് നിമിഷവും വീടിനു മുകളിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണ്. സംരക്ഷണ ഭിത്തി ഇല്ലാത്തതിനാൽ വാഹനങ്ങളും അപകടത്തിൽപ്പെട്ട വീട്ടിലേക്ക് പതിക്കും. അടിയന്തരമായി മണ്ണിടിച്ചിൽ തടയുന്നതിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.